മലപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ അമീറ എന്ന വിധവ തന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടും ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. 27 വയസ്സുള്ള അമീറാക്ക് ഒരു കാർ ആക്സിഡന്റിൽ തന്റെ എല്ലാമായിരുന്ന ഭർത്താവിനെ നഷ്ടപ്പെട്ടു. ഭർത്താവിനെ നഷ്ടപ്പെട്ട അമീറ താൻ ആർക്കും ഒരു ഭാരമാകരുതെന്ന് കരുതി അവിടെ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്നുണ്ട്. അവളുടെ 5 വയസ്സുള്ള മകൻ ആദിലാണ് അവളുടെ ജീവിതത്തിലെ ഏക പ്രതീക്ഷ. അവനെ പഠിപ്പിച്ച് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുക എന്ന ചിന്ത മാത്രമാണ് അമീറയ്ക്കിപ്പോഴുള്ളത്. അമീറയുടെ സൗന്ദര്യവും പെരുമാറ്റവും കൊണ്ട് അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ അമീറയെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയിരിക്കെയാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ ജമാലിൻ്റെ വിവാഹാലോചന അമീറയ്ക്ക് വരുന്നത്. അയാൾക്ക് 75 വയസ്സുണ്ടായിരുന്നു. ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വീട് ജമാലിൻ്റേതായിരുന്നു. ഏക്കർ കണക്കിന് സ്വത്തുക്കളും അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ അയാൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ക്രൂരത വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അയാളുടെ വാക്കുകൾ മറ്റുള്ളവരെ ആകർഷിക്കുന്നവയായിരുന്നു. അയാൾ ഇതിനു മുമ്പ് 3 വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷേ 3 ഭാര്യമാരെയും അയാൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി. എല്ലാം ആ ഭാര്യമാരുടെ തെറ്റുകൊണ്ടാണെന്ന് അയാൾ ആ ഗ്രാമത്തിലുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ ചിലർക്കൊക്കെ സത്യം അറിയാമായിരുന്നു. എന്നാൽ ആരും അതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അയാൾക്കെതിരെ സംസാരിച്ചാൽ ആർക്കും പിന്നെ ആ ഗ്രാമത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു ദിവസം ജമാൽ അമീറ ജോലി ചെയ്യുന്ന ടെക്സ്റ്റൈൽസിലേക്ക് പോയിരുന്നു. അവളെ കണ്ടപ്പോൾ അയാൾക്ക് അവളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ടായി. അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞ ജമാൽ അവൾ വിധവയാണെന്ന് മനസ്സിലാക്കി. പിന്നീട് അവൾ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്ന വഴിയിലൊക്കെ വന്നു നിന്ന് അയാൾ അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അയാളുടെ ആളുകളെ അവളുടെ അടുത്തേക്ക് പറഞ്ഞുവിട്ട് ജമാലിനെ വിവാഹം കഴിച്ചാൽ നിനക്ക് ഈ നാട്ടിലെ റാണിയെപ്പോലെ ജീവിക്കാമെന്നുള്ള ഓഫറുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ജമാൽ എത്ര ശല്യപ്പെടുത്തിയാലും മകന്റെ ഭാവിയോർത്ത് അമീറ എല്ലാം സഹിച്ച് കാലം കഴിച്ചു കൂട്ടി. ഗ്രാമത്തിലുള്ള എല്ലാവരും അയാളുടെ ആൾക്കാരാണ്. അമീറയ്ക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമില്ല. പോലീസൊക്കെ ജമാലിന്റെ കൈക്കൂലി വാങ്ങുന്നവരാണ്. ഈ സാഹചര്യം മുതലെടുത്ത ജമാൽ അമീറയെ സ്വന്തമാക്കാൻ ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്തു. ഒരു ദിവസം അമീറ വീട്ടിലില്ലാതിരുന്ന നേരം നോക്കി ജമാൽ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെത്തി ഭർത്താവിന്റെ ഉമ്മയോടും ഉപ്പയോടും സംസാരിച്ചു. എനിക്ക് അമീറയെ കല്യാണം കഴിച്ചു തന്നാൽ നിങ്ങളുടെയൊക്കെ കഷ്ടപ്പാട് ഞാൻ മാറ്റിത്തരാം. നിങ്ങളുടെ ഈ വീട് മാറ്റി പുതിയൊരു ബംഗ്ലാവ് ഞാൻ പണിതു തരാം. നിങ്ങളുടെ മരിച്ചുപോയ മകന്റെ കുഞ്ഞല്ലേ അവളുടെ ഒപ്പം ഉള്ളത്. അവനെ ഞാൻ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കാം. അമീറാക്ക് ടെക്സ്റ്റൈൽസിലെ ജോലിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നിങ്ങളെ എക്കാലത്തും നോക്കാനോ മകനെ നല്ല നിലയിലെത്തിക്കാനോ സാധിക്കില്ല. അവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. 3 കെട്ടിയ വയസ്സനായ ജമാലിനെ കൊണ്ട് തൻ്റെ മകൻ്റെ വെറും 27 വയസ്സുള്ള ഭാര്യയെ വിവാഹം കഴിപ്പിക്കാൻ അവർക്ക് സമ്മതമായിരുന്നില്ല. അവൾക്കിപ്പോൾ ഒരു വിവാഹം ആവശ്യമില്ല. അവളുടെ മകൻ പഠിക്കാൻ മിടുക്കനാണ്. അവൻ്റെ ഭാവിയെപ്പറ്റി മാത്രമാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ജമാലിനെ ഒഴിവാക്കാൻ നോക്കി. പക്ഷേ കുറുക്കൻ്റെ കൗശലമുള്ള ജമാൽ അവർക്ക് കൂടുതൽ സ്വത്ത് വാഗ്ദാനം ചെയ്തു. നിങ്ങളുടെ മരുമകളെ എനിക്ക് വിവാഹം ചെയ്തു തന്നാൽ നിങ്ങൾക്ക് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളാവാമെന്നും നിങ്ങളുടെ മരുമകൾ എൻ്റെ വീട്ടിൽ രാജ്ഞിയെപ്പോലെ ജീവിക്കുമെന്നും നിങ്ങൾക്കിതിന് സമ്മതമല്ലെങ്കിൽ നിങ്ങളെ കൊന്നിട്ടായാലും ഞാൻ ഈ അമീറയെ വിവാഹം കഴിക്കുമെന്നും പറഞ്ഞപ്പോൾ ആ വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അമീറ ടെക്സ്റ്റൈൽസിൽ നിന്നും വന്നപ്പോൾ ആ വൃദ്ധരായ മാതാപിതാക്കൾ അമീറയോട് ഈ കാര്യം പറഞ്ഞു. മോളെ അമീറ, ഞങ്ങൾക്ക് പ്രായമായി. നിനക്കിനിയെങ്കിലും ഒരാൺതുണ വേണം. എത്ര കാലമെന്ന് വെച്ചിട്ടാണ് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്ക്. നീ ആ ജമാലിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്ക്. അമീറ ആദ്യം അത് എതിർത്തു. 3 കെട്ടിയ വൃദ്ധനായ ജമാലിനെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ആ മാതാപിതാക്കൾ വീണ്ടും നിർബന്ധിച്ചു. മോളെ അമീറ, അവന് കുറച്ച് പ്രായമുണ്ടെന്നല്ലേ ഉള്ളൂ. അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനല്ലേ. ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അവനോട് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. ഈ വിവാഹം കഴിഞ്ഞാൽ നീയും മോനും രക്ഷപ്പെടും. നിന്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയുമായ ഞങ്ങളോട് എന്തെങ്കിലും സ്നേഹം നിനക്കുണ്ടെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. ഈ വിവാഹത്തിന് അവൾ സമ്മതിച്ചില്ലെങ്കിൽ അവളുടെയും മകൻ്റെയും ജീവന് തന്നെ ആപത്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇഷ്ടമില്ലെങ്കിലും അമീറയെ ഈ വിവാഹത്തിന് ആ മാതാപിതാക്കൾ നിർബന്ധിക്കുന്നത്. അവൾക്ക് ആ വിവാഹത്തിന് തീരെ താല്പര്യമില്ലെങ്കിലും മാതാപിതാക്കളുടെ വാക്കും മകന്റെ ഭാവിയും ഓർത്ത് ആ വിവാഹത്തിന് അവൾ സമ്മതിച്ചു.
ഇത്രയും സുന്ദരിയായ അമീറ വൃദ്ധനായ ജമാലിനെ വിവാഹം കഴിക്കാൻ പോകുന്ന വാർത്ത ആ നാട് മുഴുവൻ അറിഞ്ഞു. നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ചു. ചിലർ പറഞ്ഞു, ഇത് അധികം നാൾ പോവില്ല. കല്യാണവീരനായ ജമാലിൻ്റെ 4ാമത്തെ കെട്ടാണിത്. ആദ്യത്തെ 3നെയും അയാൾ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. അങ്ങനെ അവരുടെ വിവാഹം ആർഭാടമായി നടന്നു. ജമാൽ അവളെ അയാളുടെ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വീട് കണ്ട് അവൾ ശരിക്കും ഒന്ന് ഞെട്ടി. അവൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര വലുതായിരുന്നു ആ വീട്. അന്ന് രാത്രി അവൾ ഒരു ഗ്ലാസ് പാലുമായി മനസ്സില്ലാ മനസ്സോടെ മണിയറയിലേക്ക് പോയി. എന്നാൽ ജമാലിനെ അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. അത്യാവശ്യം മദ്യപാനമൊക്കെ ശീലമുണ്ടായിരുന്ന ജമാൽ ഈ വിവാഹം നടന്നതിൻ്റെ സന്തോഷത്തിൽ കൂട്ടുകാരുമായി പുറത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അയാളുടെ എല്ലാ മോശപ്പെട്ട സ്വഭാവവും അറിയാമായിരുന്ന അമീറയ്ക്ക് അയാൾ മദ്യപിക്കുമെന്ന വിവരം അപ്പോഴാണ് അറിയുന്നത്. ഇത് കണ്ട് വിഷമിച്ച അമീറ തിരിച്ച് റൂമിലേക്ക് പോയി. ബെഡിൽ കിടന്ന് ഓരോന്നും ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് അലമാരയ്ക്ക് മുകളിൽ ഒരു പെട്ടി അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉറക്കം വരാതിരുന്ന അവൾ ആ പെട്ടിയെടുത്ത് തുറന്നു നോക്കി. അതിലൊരു ഡയറി ഉണ്ടായിരുന്നു. അവൾ വെറുതെ ആ ഡയറി വായിച്ചു നോക്കി. അത് വായിച്ച അവൾ അത്ഭുതപ്പെട്ടു. തൻ്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് കാണാൻ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതും അവരെ ആ വീട്ടിലിട്ട് പീഡിപ്പിച്ചതും പിന്നീട് ഒരു കറിവേപ്പില പോലെ ആ ഭാര്യമാരെ ഉപേക്ഷിച്ചതുമൊക്കെ ആയിരുന്നു ആ ഡയറിയിൽ എഴുതിയിരുന്നത്. അവൾ ഇടയ്ക്ക് ചെന്ന് ജമാൽ വരുന്നുണ്ടോ എന്ന് നോക്കി. ഇല്ല, അയാൾ മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുകയാണ്. അവൾ വീണ്ടും വന്ന് ഡയറി വായിക്കാൻ തുടങ്ങി. അടുത്ത പേജ് വായിച്ചപ്പോൾ അവൾക്ക് ഇടിത്തി വീണതുപോലെ തോന്നി. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: ഒരു ദിവസം ഞാൻ അമീറയെയും ഭർത്താവിനെയും മകനെയും ഒരു വിവാഹ വീട്ടിൽ വെച്ച് കണ്ടു. അവളുടെ ആ തട്ടമിട്ടുള്ള നിൽപ്പും അവളുടെ കണ്ണുകളും അവളുടെ സംസാര ശൈലിയും എന്നെ ഏറെ ആകർഷിച്ചു. അവളെ കണ്ട മാത്രയിൽ അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ ഭർത്താവും മകനും അതിനൊരു വിലങ്ങ് തടിയാണ്. അയാളുടെ നീക്കങ്ങൾ അറിയാൻ ഞാൻ എൻ്റെ ആളുകളെ അയാളുടെ പിന്നാലെ അയച്ചു. ഒരു ദിവസം രാത്രി അയാൾ ഒറ്റയ്ക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. പിന്നാലെ ലോറിയുമായി പാഞ്ഞെടുത്ത എൻ്റെ ആളുകൾ ആ കാറിൽ ആക്സിഡൻ്റ് ഉണ്ടാക്കി. അയാളുടെ മരണം ഉറപ്പിച്ച ശേഷം അവർ തിരിച്ചു പോന്നു. അതൊരു അപകട മരണമാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. അതിൻ്റെ പിന്നിൽ ഞാനാണെന്ന കാര്യം ആർക്കും അറിയില്ല. വിധവയായ അമീറയുമായുള്ള എൻ്റെ വിവാഹമാണിന്ന്. ഈ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഇത് വായിക്കുമ്പോൾ അമീറയുടെ കണ്ണിൽ നിന്ന് ചുടുകണ്ണീർ ഒഴുകുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മരണത്തിന് പിന്നിൽ ജമാലാണെന്ന സത്യം മനസ്സിലാക്കിയ അമീറ തൻ്റെ മനോധൈര്യം വീണ്ടെടുത്ത് ആ രാത്രി തന്നെ ആരും കാണാതെ ആ ഡയറിയുമായി തൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി. ആ ഡയറി ഒരു തെളിവായെടുത്ത് പോലീസുകാർ ജമാലിനെ അറസ്റ്റ് ചെയ്തു. അയാൾ കുറ്റം സമ്മതിച്ചു. അയാളെ പിന്നെ കോടതിയിൽ ഹാജരാക്കി. പിന്നീട് കൂടുതൽ തെളിവെടുപ്പിനായി അയാളെ അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. തങ്ങളുടെ മകനെ ഇല്ലാതാക്കിയവന് ശിക്ഷ വാങ്ങിക്കൊടുത്തതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആ മാതാപിതാക്കൾ. അമീറ ജമാലിൻ്റെ ആദ്യത്തെ 3 ഭാര്യമാരെയും കൂട്ടി ആ ഗ്രാമത്തിൽ തന്നെ ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തി തൻ്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെയും മകൻ്റെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നു.